ഗോൾഡിൽ ഒരു ട്രേഡ് എടുത്തിട്ടുണ്ട് ഞാൻ. ആ ഒരു ലോജിക്ക് എന്താ വെച്ചാൽ, നമ്മൾ 50 മിനിറ്റ്സിൻ്റെ ലിക്വിഡിറ്റി ഏരിയ മാർക്ക് ചെയ്ത് വെച്ചതിന് ശേഷം അവിടുന്ന് ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ എൻട്രി ഒക്കെ കിട്ടിയപ്പോഴാണ് എടുത്തതാണ്. അതായത് ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടിയിട്ട് വീണ്ടും ആ ഒരു ഹയസ്റ്റ് ഏരിയയിലേക്ക് മാർക്കറ്റ് വന്ന സമയത്ത് ഒരു ചെറിയൊരു സ്കാൽപ്പിംഗ് ആണ്, ചെറിയൊരു ടാർജറ്റാണ്. അതായത് തൊട്ട് താഴെയുള്ള 50 മിനിറ്റ്സ് ലിക്വിഡിറ്റി ഏരിയയിൽ ടാർജറ്റും 1.5 പോയിന്റ്സ് 1.5 പോയിന്റ് എസ് എല്ലും 3 സംതിങ് പോയിന്റ് ആണ് ടാർജറ്റ് വെക്കുന്നത്. അതായത് ഇപ്പോൾ ഓൾറെഡി ട്രേഡ് റണ്ണിങ് ആണ്, 1300 പ്രോഫിറ്റിലാണ്. എസ് എൽ ഇവിടെ 2800 എസ് എൽ വരിക, ടാർജറ്റ് ആണെങ്കിൽ 7000 ആയിരിക്കും വരിക. ഓൾമോസ്റ്റ് 1:2 എബോ ഉണ്ട്. ഒരു സ്കാൽപ്പിംഗ് ആണ്. ഗോൾഡിൽ നമുക്ക് എന്താ പറയുക, സ്കാൽപ്പിംഗ് ചെയ്യാൻ പറ്റും, അതുപോലെ ലെങ്തി ട്രേഡ്സ് ചെയ്യാൻ പറ്റും, ഒക്കെ ചെയ്യാൻ പറ്റും. ഒക്കെ ഞാൻ ഏത് ട്രേഡ് എടുക്കുക ലിക്വിഡിറ്റി ഏരിയ ബേസ് ചെയ്തിട്ട് തന്നെയാണ്. ഒരു കൂടുതൽ ആളുകൾ സ്റ്റോപ്പ് ലോസ് വെച്ച ഏരിയ ബേസിക്കലി എങ്ങനെയാണ് അവർ സ്റ്റോപ്പ് ലോസ് വെക്കാനുള്ള റീസൺ എന്തുകൊണ്ടായിരിക്കും, നോർമലി ഉള്ള മാർക്കറ്റിലുള്ള പ്രൈസ് ആക്ഷനും അതുപോലുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഞാൻ ഒരു ഇതിൽ ചെയ്യുക. അവിടെ എവിടെയായിരിക്കും ആ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുണ്ടാവുക, അങ്ങനത്തെ ഏരിയകളിലായിരിക്കും ഞാൻ മിക്കവാറും എൻട്രി എടുക്കുക. ആ ഒരു മെത്തേഡാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. SMC ഒന്നുമല്ല, സ്മാർട്ട് മണി കോൺസെപ്റ്റ് അല്ല. പല സമയത്ത് ഇന്ന് രാവിലെ ഞാൻ ഗോൾഡിലൊരു 16,000 പ്രോഫിറ്റ് എടുത്തു. ആ ട്രേഡ് സ്മാർട്ട് മണി കോൺസെപ്റ്റിൽ ചെയ്യുന്ന, അതായത് SMC ചെയ്യുന്ന ആളുകളുടെ സ്റ്റോപ്പ് ലോസ് ഉള്ള ഏരിയ എന്നാണ് ഞാൻ ട്രേഡ് എടുത്തത്. കാരണം ഗോൾഡിലൊക്കെ ഒരുപാട് ആളുകൾ ഈ സ്മാർട്ട് മണി കോൺസെപ്റ്റ് അല്ലെങ്കിൽ നോർമൽ പ്രൈസ് ആക്ഷൻസ്, ഫിബൊനാച്ചി ഇതൊക്കെ നോക്കാറുണ്ട്. ഇതിൻ്റെയൊക്കെ ഒരു ട്രാപ്പ് വരുന്ന ഏരിയകൾ ട്രേഡ് എടുക്കണം. ഒരിക്കലും 100% അല്ല, ഒരു 50% പോലും എൻ്റെ ട്രേഡ് ടാർജറ്റ് ഉണ്ടാവാറില്ല കേട്ടോ. അത് വേറെ സത്യം. ഞാൻ എടുക്കുന്നങ്ങൾ കാണുമ്പോൾ എല്ലാ ട്രേഡും ടാർജറ്റ് അടിക്കണമെന്നൊന്നും ഒരു നിർബന്ധമില്ല. ഒരു 30%, അതായത് 10 ട്രേഡ് എടുക്കുമ്പം 7 SL 3 ടാർജറ്റ് ആയാൽ പോലും ഞാൻ പ്രോഫിറ്റബിൾ ആവും. കാരണം റിസ്ക് റിവാർഡ് അങ്ങനെ വെക്കുന്നുണ്ട്. പക്ഷേ ഒരു 10 ട്രേഡ് എടുക്കുമ്പോൾ 5 ട്രേഡ് അല്ലെങ്കിൽ 4 ട്രേഡ് ആ റേഞ്ചിലൊക്കെ വരാറുണ്ട്. അത് ഡിപ്പെൻസ്. ചില സമയത്ത് 10 ട്രേഡ് എടുക്കുമ്പോൾ 8 SL അടിക്കും, ചില സമയത്ത് 10 എടുക്കുമ്പോൾ 7 ടാർജറ്റ് അടിക്കും. അങ്ങനെയൊക്കെ ഒരു മാർക്കറ്റിൽ. പക്ഷേ പ്രോപ്പറായിട്ട് റിസ്ക് റിവാർഡ് മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് ട്രേഡ് ചെയ്യാറുള്ളത്. അത്രേ ഉള്ളൂ. അത് വരുന്ന സമയത്ത് കറക്റ്റായിട്ട് എൻട്രി എടുക്കും. സ്റ്റോപ്പ് ലോസോ ടാർജറ്റിലൊന്നും മോഡിഫിക്കേഷൻസും കാര്യങ്ങളൊന്നും വരുത്തില്ല. എടുത്ത പോലെ അവിടെ നോക്കും. പിന്നെ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ഏതെന്ന് തോന്നുന്ന സമയത്തെ മോഡിഫിക്കേഷൻസ് ഒക്കെ യൂസ് ചെയ്യാറുള്ളൂ. പിന്നെ XNSലാണ് ഞാൻ ട്രേഡ് ചെയ്യുന്നത്. നല്ല പ്ലാറ്റ്ഫോമാണ്, ബ്രോക്കറേജും കുറവാണ്. ഞാൻ ഡെൽറ്റ എക്സ്ചേഞ്ച് ആണ് ആദ്യം യൂസ് ചെയ്യുന്നത്. ഡെൽറ്റ എക്സ്ചേഞ്ചിനേക്കാളും 1/4 ഉള്ളൂ. അതായത് ഡെൽറ്റ എക്സ്ചേഞ്ചിൽ നമുക്ക് 100 രൂപ ബ്രോക്കറേജ് വരികയാണെങ്കിൽ ഇതിൽ 20 രൂപ റേഞ്ചിൽ വരുന്നുള്ളൂ. അത് ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. അതായത് ഡെൽറ്റ എക്സ്ചേഞ്ചിൽ 10 രൂപ വരുമെങ്കിൽ ഇതിൽ നമുക്ക് 2.5 രൂപയൊക്കെ വരുള്ളൂ ബ്രോക്കറേജ്. അത്രയും ചെറിയ ബ്രോക്കറേജ് ഉണ്ട് XNSൽ. അതുപോലെ നല്ല പ്ലാറ്റ്ഫോമാണ്, യൂസ് ചെയ്യാനൊക്കെ വളരെ അടിപൊളിയായിട്ടുള്ള പ്ലാറ്റ്ഫോമാണ്. ക്വിക്ക് എൻട്രിയും എക്സിറ്റ് ഒക്കെ കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത് യൂസ് ചെയ്യുന്നത്. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഡെൽറ്റ എക്സ്ചേഞ്ച് എങ്ങനെയാണ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാന്നുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഐ ബട്ടണിൽ കൊടുക്കുക. അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് 2 മിനിറ്റ് കൊണ്ട് ഇത് ഓപ്പൺ ചെയ്യാവുന്നുള്ളൂ. ഇതിൽ ഡെമോ ട്രേഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഫണ്ട് ഇറക്കാതെ ട്രേഡ് ചെയ്യുക, അതായത് ജസ്റ്റ് ഇതിൽ ഗോൾഡിൽ എങ്ങനെ ട്രേഡ് എടുക്കുക, എത്രയാണ് ബ്രോക്കറേജ് വരിക, അതൊക്കെ നിങ്ങൾക്ക് സൈഡിൽ നോക്കാൻ പറ്റും. അപ്പം പ്രാക്ടീസ് ചെയ്യുക, ചെറുതായിട്ട് ചെയ്ത് നോക്കുക. എന്നിട്ടൊക്കെ ഒരു കോൺഫറൻസ് വന്നിട്ട് ചെയ്താൽ മതി. അതിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഡെമോ ട്രേഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഇതിൽ ഞാൻ ആ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് ഉണ്ട്. അത് യൂസ് ചെയ്തിട്ടും ഡയറക്റ്റ് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാം. അതല്ല, ഞാൻ ഐ ബട്ടണിൽ കൊടുത്ത ഈ വീഡിയോ കണ്ടാലും നിങ്ങൾക്ക് അവിടെ കാണാം. അതിൻ്റെ ആ വീഡിയോൻ്റെ താഴെയും ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും ലിങ്ക്. ആ ലിങ്ക് യൂസ് ചെയ്തിട്ട് XNSലെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. ഓക്കെ. ഗോൾഡിൽ പിന്നെ ട്രേഡ് ഇപ്പോഴും റണ്ണിങ്ങിലാണ്. 4000 റേഞ്ചിലൊക്കെ പ്രോഫിറ്റാണ്. നമുക്ക് വേറെ പ്രത്യേകിച്ച് എന്തെങ്കിലുമൊന്നും ചെയ്യാനില്ല. ഇനി മോഡിഫിക്കേഷൻസോ കാര്യങ്ങളൊന്നുമില്ല. എൻട്രി എടുത്തു കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ട് വെക്കാം. നമ്മൾ ടാർജറ്റിലേക്ക് പോകുമ്പോൾ അങ്ങനെ സ്റ്റോപ്പ് ലോസ് പെട്ടെന്ന് അടുത്തടുത്ത് മോഡിഫൈ ചെയ്ത് വരുന്ന രീതി, അതൊന്നും ട്രേഡിങ്ങിൽ പോസിബിൾ അല്ല. നമുക്ക് നഷ്ടത്തിന് അംഗീകരിക്കാനുള്ള ഒരു മടിയുള്ള ആളുകളാണ് പൊതുവെ അങ്ങനെ ചെയ്യുക. നല്ലൊരു സിസ്റ്റം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് കോൺഫിഡൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. ഓരോ ട്രേഡ് എടുക്കുന്ന സമയത്തും എടുക്കുന്നതിന് മുമ്പേ നമ്മുടെ ചിന്ത ഉണ്ടാവാൻ പാടുള്ളൂ. ട്രേഡ് എടുക്കുന്നതിന് മുമ്പ് പെർഫെക്റ്റ് ആയിട്ട് ചിന്തിക്കുക. അതെൻ്റെ പെർഫെക്റ്റ് എൻട്രി പോയിന്റ് ആണോ അല്ലെങ്കിൽ എൻട്രി കാര്യങ്ങളാണോ അത് നോക്കുക. കറക്റ്റ് എൻട്രി എടുക്കുക. അതേ കറക്റ്റായിട്ടുള്ള സ്റ്റോപ്പ് ലോസ് കൊടുക്കുക, ടാർജറ്റ് കൊടുക്കുക. ഈ 2 കാര്യങ്ങളും കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പ്രത്യേകിച്ച് ഇതിലേക്ക് നോക്കിയിരിക്കേണ്ട ആവശ്യമില്ല. ഞാൻ പിന്നെ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി നോക്കിയിരിക്കാന്നുള്ളൂ. അത് കഴിഞ്ഞതിന് ശേഷം സ്റ്റോപ്പ് ചെയ്യുക. അത്രേ ഉള്ളൂ. നമുക്ക് ഈസിയാണ് കാര്യങ്ങൾ. മറ്റേ ഓപ്ഷൻസ് ട്രേഡൊക്കെ ചെയ്യുന്ന പോലെ ഇതിൽ നമുക്ക് ഫുൾ ടൈം നമ്മൾ വിചാരിച്ചിടത്ത് മാർക്കറ്റ് മൂവ് ചെയ്തില്ലെങ്കിലും ചിലപ്പോൾ തീറ്റാടിക്കുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇതിലില്ല. പിന്നെ ഇനിയിപ്പോൾ ഇന്ത്യയിൽ ഫോറക്സ് ഇപ്പോൾ ഇഷ്ടംപോലെ ആളുകൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ആളുകൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ലീഗലാണോ, പക്ഷേ ടാക്സ് ഒക്കെ കൊടുക്കണം. അപ്പോൾ ലീഗൽ പ്രോബ്ലങ്ങളില്ല. പിന്നെ അതുപോലെ XNX ഒക്കെ ഒരുപാട് വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്ന ആളുകളെ പരിചയമുണ്ട്. അവർ വലിയ എമൗണ്ടൊക്കെ വെച്ച് ചെയ്യുന്ന ആളുകളെ പരിചയമുണ്ട്. അവരൊക്കെ ഒന്നും ഇതുവരെ കുഴപ്പം വരാത്തതുകൊണ്ടാണ് ഞാനും
അക്കൗണ്ട് ഓപ്പൺ ചെയ്തു. ഇപ്പോൾ എനിക്കും തുടങ്ങിയിട്ട് 3-4 മാസം ഇതുവരെ ഒരു കുഴപ്പമൊന്നുമില്ല. വിഡ്രോവലിനോ ഡെപ്പോസിറ്റോ ഒന്നും കുഴപ്പമൊന്നുമില്ല. നമ്മൾ വിഡ്രോവലും ഡെപ്പോസിറ്റ് ഒക്കെ ചെയ്യുമ്പോൾ ഡയറക്റ്റായിട്ട് ഇന്ത്യൻ മണിയിൽ UPI വഴി ആഡ് ചെയ്യാൻ പറ്റും. അതുപോലെ വിഡ്രോ ചെയ്യുന്ന സമയത്ത് ഇന്ത്യൻ ബാങ്കിൽ അക്കൗണ്ട് ഡീറ്റെയിൽസിലേക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും. അങ്ങനെ ഡയറക്റ്റ് ചെയ്യുമ്പോൾ എനിക്കിതുവരെ പ്രോബ്ലംസ് ഒന്നും വന്നിട്ടില്ല. ഇനി എന്താ എനിക്കറിയില്ല. ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട് ഇങ്ങനെ ലീഗലാണോ, ലീഗൽ പ്രശ്നങ്ങൾ RBIൻ്റെ ഇതിലൊക്കെ പറയുന്നത് ഫോറക്സ് ട്രേഡിംഗ് ഇന്ത്യയിൽ ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ ഒരുപാട് ആളുകൾ കാലങ്ങളോടെ ചെയ്യുന്നുണ്ട്. എന്താ പിന്നെ ടാക്സ് കൊടുക്കണമെന്നുണ്ട്. അപ്പോൾ എന്താ അതിൻ്റെ സംഭവം എന്നറിയില്ല. ഇനി ഇന്ത്യയിൽ ഇത് പെർഫെക്റ്റ് ആയിട്ട് ലീഗൽ കേസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ഇന്ത്യൻ മാർക്കറ്റിൽ കുറവ് ആളുകളായിരിക്കും പിന്നെ ട്രേഡ് ചെയ്യുക. കാരണം ഒരുപാട് നല്ല പിന്നെ ലിക്വിഡിറ്റി ഉള്ള യൂറോ USD അതുപോലെ ഗോൾഡ് BTC അതൊക്കെ ഇതിലൊക്കെ ട്രേഡ് ചെയ്യും ആളുകൾ. കാരണം ഇന്ത്യൻ മാർക്കറ്റിനെ അപേക്ഷിച്ചിട്ട് മാനിപ്പുലേഷൻസും കാര്യങ്ങളൊക്കെ വളരെ കുറവായിട്ട് മീൻസ് ഒരുപാട് ലിക്വിഡിറ്റി ഉണ്ടാകുമ്പോൾ അങ്ങനെ പെട്ടെന്ന് ഒരു ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ വലിയൊരു ഹെഡ്ജ് ഫണ്ട് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റൂല. അപ്പോൾ അങ്ങനെ ഒരു സുഖം ഇതിനുണ്ട്, ഒരുപാട് ലിക്വിഡിറ്റി ഉള്ളതുകൊണ്ട്. അതപ്പോൾ ഒരുവിധ ആളുകളൊക്കെ ഇതിലേക്ക് മാറും ട്രേഡിങ്ങിൽ എന്നുള്ളതാണ്. നമ്മുടെ ടാർജറ്റിൻ്റെ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട്. ഇനി അവിടുന്ന് റിവേഴ്സ് ചെയ്താലും നമുക്ക് ലോസ് അക്സെപ്റ്റ് ചെയ്യേണ്ടി വരും. ഇനി അതല്ല ടാർജറ്റിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ബുക്ക് ചെയ്യുകയും ചെയ്യാം. ഓക്കെ, നോക്കാം. വരട്ടെ. ഓക്കെ, നമ്മുടെ ടാർജറ്റ് അടിച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഈ ട്രേഡിലും പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. നമുക്ക് 1:2 എബോ ഉണ്ട്. 7,000 റേഞ്ചിൽ പ്രോഫിറ്റ് ഉണ്ട്. നമുക്ക് 2,000 സംതിങ് ആയിരുന്നു നമ്മുടെ SL. പെർഫെക്റ്റ് റിസ്ക് റിവാർഡ്, വലിയ റിസ്ക് റിവാർഡൊന്നും ഇല്ലെങ്കിലും നേരത്തെ ചെയ്ത ട്രേഡിൽ 16,000. ആ ട്രേഡ് ഞാൻ നേരത്തെ വീഡിയോയിൽ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. ആ ട്രേഡിൻ്റെ ലോജിക്കും അതും ഒരു 50 മിനിറ്റ്സ് ലിക്വിഡിറ്റി ഏരിയന്ന് ഡയറക്റ്റുള്ള ട്രേഡ് തന്നെയായിരുന്നു. അപ്പോൾ ഇന്ന് ചെയ്ത 2 ട്രേഡിലും ടാർജറ്റാണ്. ഇന്ന് നമുക്ക് 2 ട്രേഡ് കഴിഞ്ഞു. ഓൾറെഡി ഒരു ട്രേഡ് ചെയ്താൽ മതി എന്ന് വിചാരിച്ചാൽ പിന്നെ ഒരു ചെറിയ സ്കാൽപ്പിംഗ് കൂടി ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ ഇതിൻ്റെ സിംഗ്ലോയിലേക്കൊക്കെ ടാർജറ്റ് വേണേൽ വെക്കാം. പക്ഷേ ചിലപ്പോൾ ഇനി മുകളിൽ പോയിട്ടായിരിക്കും, അപ്പോഴേക്കും നമ്മുടെ SL അടിച്ചിട്ടായിരിക്കും താഴെ വരിക. അപ്പോൾ പറയാൻ പറ്റും, മാർക്കറ്റിൽ ലിക്വിഡിറ്റി ഏരിയയിൽ നിന്ന് ട്രേഡ് എടുക്കുക, അത്രേ ഉള്ളൂ. പെർഫെക്റ്റ് ഒരു SL ടാർജറ്റും വെച്ച് സെറ്റ് ചെയ്യുക. ചിലപ്പോൾ ഒരു 10 ട്രേഡ് എടുക്കുമ്പോൾ 4 ടാർജറ്റ് അടിച്ചാൽ തന്നെ നമ്മൾ നല്ല പ്രോഫിറ്റബിൾ ട്രേഡർ ആവും. ഡിസിപ്ലിനോട് കൂടി ചെയ്താൽ മതി എന്നുള്ളൂ. അപ്പം താല്പര്യമുള്ള ആളുകൾക്ക് ലിങ്ക് യൂസ് ചെയ്തിട്ട് XNSൻ്റെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. എനിവേ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.